പാഠം 346 ചില മരണാനന്തര പ്രശ്നങ്ങൾ. ഹലോ, അതെ മോഹനേഷനാണ്. നമസ്കാരം സാർ. ഞാനിന്ന് വരുന്നുണ്ട്. ഒരു 12 മണിയാകുമ്പോൾ ഞാൻ താലൂക്ക് ഓഫീസിലെത്തും. ശരി സാർ. ആരായിരുന്നു? തഹസിൽദാർ. തഹസിൽദാർക്ക് ആഴ്ചയിൽ 2 ദിവസവും എന്റെ മോഹനേട്ടനെ കണ്ടില്ലെങ്കിൽ ഉറക്കം വരില്ലല്ലേ? സത്യത്തിൽ ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടെ കല്യാണം കഴിച്ചതെങ്കിൽ നന്നായിരുന്നു. മേലധികാരിക്ക് കീഴുദ്യോഗസ്ഥനോട് 100 കൂട്ടം കാര്യങ്ങൾ പറയാനുണ്ടാവും. അതിന് കീഴുദ്യോഗസ്ഥൻ മേലുദ്യോഗസ്ഥനെ പോയി കാണുക എന്നുള്ളത് പണ്ട് മുതലേ ഉള്ളൊരു കീഴ്വഴക്കമാണ്. നിങ്ങൾ വക്കീലന്മാർക്ക് അത് മനസ്സിലാകും. ഞാൻ ഒരു തമാശ പറഞ്ഞതാണ്. ഇനി അതേ പിടിച്ചു കയറി വഴക്കുണ്ടാക്കണ്ട. ഞാൻ പിന്മാറി. മോഹനേട്ടാ, ഇന്നാ സുഭാഷ് വരും. സുഭാഷോ? സുഭാഷ്? ഞാൻ ഇന്നലെ പറഞ്ഞതല്ലേ മോഹനോട് മറന്നുപോയോ? വിദ്യാലക്ഷ്മിയുടെ അനിയൻ സുഭാഷിന്റെ കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ മോഹനേട്ടനോട്? ഓർമ്മയുണ്ട്. ഇൻഷുറൻസ് കമ്പനിയിൽ സുഭാഷ്. അവൻ വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ പറഞ്ഞു എനിക്ക് ഇൻഷുറൻസിൽ താല്പര്യമില്ല എന്ന്. അങ്ങനെ പറയല്ലേ മോഹനേട്ടാ. അവന് ടാർജറ്റ് തയ്ക്കണമെങ്കിൽ ഈ ഒരൊറ്റ മാസം കൊണ്ട് 10-20 ലക്ഷം രൂപയുടെ പോളിസി ചെലവാക്കണം. ഒരുപാടൊന്നും വേണ്ട, ഒരു 5 ലക്ഷം രൂപയുടെ പോളിസി എടുത്താൽ മതി. എനിക്ക് നിലവിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന കണക്കിൽ ഒരു ഇൻഷുറൻസ് ഉണ്ട്. ഇനിയും അത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ചെലവാക്കാനുള്ള പൈസ എന്റെ കയ്യിൽ ഇല്ല. അല്ല, ഇതങ്ങനെ ഒരുപാട് പൈസ ഒന്നും ആവില്ല. മാസത്തിൽ ഒരു 2000 രൂപയുടെ താഴെ വരുള്ളൂ. അതിലെന്താ ബുദ്ധിമുട്ട്? 2000 രൂപയുടേതല്ല ഭാമയോ കാര്യം. നമ്മൾ ഒരു 2000 രൂപ മുടക്കുന്നത് കൊണ്ടുള്ള പ്രയോജനം അതിലുണ്ടോ എന്നുള്ളതാണ് പ്രശ്നം. സത്യത്തിൽ ഈ ലൈഫ് ഇൻഷുറൻസ് എന്ന് പറയുന്നത് ഒരു നഷ്ടക്കച്ചവടമാണ്. ആള് തട്ടിപ്പോയാൽ മാത്രമേ അതുകൊണ്ട് പ്രയോജനമുള്ളൂ. ഇല്ലെങ്കിൽ ഭയങ്കരമായ നഷ്ടമാണ്. എനിക്ക് ഇൻഷുറൻസ് വേണ്ട എന്ന് സുഭാഷിനോട് പറഞ്ഞേക്ക്. മോഹനേട്ടാ, എന്തായാലും ഞാൻ സുഭാഷിനോട് വരാൻ പറഞ്ഞു പോയില്ലേ? 9 മണിയാകുമ്പോഴേക്ക് സുഭാഷ് വരും. മോഹനേട്ടനൊന്ന് സംസാരിച്ചാൽ മതി. നമ്മൾ ആരോടെങ്കിലും എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടെങ്കിൽ അതുകൊണ്ടൊരു പ്രയോജനം വേണം ഭാമേ. എനിക്ക് പരിചയമില്ലാത്ത ഒരാളോട് ഞാൻ വെറുതെ സംസാരിക്കുന്നത് എന്തിനാണ്? സംസാരിച്ച് കഴിഞ്ഞാലല്ലേ പ്രയോജനമുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റൂ. ഭാമേ, എന്റെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും അളന്ന് കുറിച്ച് ചിട്ടയിൽ തീരുമാനിച്ച് നടപ്പിലാക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയുള്ള എനിക്ക് ആരുടെയെങ്കിലും വാക്ക് കേട്ട് ഇൻഷുറൻസ് പോളിസി എടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ തന്നെ ഓരോ ദിവസവും ഇങ്ങനെ ഓരോ കാര്യവുമായി എന്നെ എത്ര പേരാ ഇങ്ങനെ ഒന്ന് കാണാൻ വരുന്നത്? അവരൊക്കെ പറയുന്നത് പോലെ പോളിസി എടുക്കാൻ നിന്നാൽ അവസാനം കടം വാങ്ങി പ്രീമിയം അടയ്ക്കേണ്ടി വരും. എന്നാലും ഒന്ന് സംസാരിച്ചൂടെ? എന്തായാലും സുഭാഷ് വരും. മോഹനോട് സംസാരിക്കാൻ പോലും നിന്നില്ലെങ്കിൽ വിദ്യാലക്ഷ്മിയുടെ മുന്നിൽ പിന്നെ എന്റെ മാനം പോവും. മാനം പോകാതിരിക്കണമെങ്കിൽ സുഭാഷിനെ വിളിച്ച് ഇപ്പോഴേ വരണ്ടെന്ന് പറ. ഇവിടെ ആരുമില്ലേ? സുഭാഷാണ് തോന്നില്ല. അയ്യോ, മണി 9 മോഹനട്ട, ഞാൻ സുഭാഷിനെ ഇങ്ങോട്ട് വിളിക്കാം. മോഹനയുടെ അടുത്ത് സംസാരിക്കേ. മനസ്സില്ല. ഇതെന്റെ അഭിമാനത്തിന്റെ പ്രശ്നമാണ്. ഇന്ന് മോഹനേട്ടന് സുഭാഷിനോട് സംസാരിച്ചില്ലെങ്കിൽ നാളെ രാവിലെ കാപ്പി ഉണ്ടാക്കി തരാനും മുണ്ട് ഷർട്ട് തയ്ച്ചു തരാനും വേറെ ആൾ അന്വേഷിക്കണം. ദേ, പറഞ്ഞത് സത്യഭാമയാ. എന്ത് വേണമെന്ന് മോഹനേട്ടൻ തന്നെ തീരുമാനിച്ചു. അവനോടൊന്ന് സംസാരിക്കുന്നത് കൊണ്ട് എന്ത് കുഴപ്പം വരാനാ? എന്തായാലും ഷർട്ടും മുണ്ടും തേക്കാതെ ആഫീസിൽ പോകാൻ പറ്റില്ലല്ലോ. ഗുഡ് മോർണിംഗ് ചേച്ചി. ഗുഡ് മോർണിംഗ്. എന്നോട് പറഞ്ഞോട് കുഴപ്പമില്ല. മോഹനേട്ടൻ വരുമ്പോൾ നമസ്കാരം എന്ന് തന്നെ പറയണം. ഇല്ലെങ്കിൽ പോളിസി എടുക്കില്ല എന്ന് മാത്രമല്ല, മലയാള ഭാഷയുടെ പാരമ്പര്യത്തെ പറ്റി ഒരു ക്ലാസ്സിന് കേൾക്കേണ്ടി വരും. സാറല്ലേ? സാറുണ്ട്. വിദ്യാലക്ഷ്മി പറഞ്ഞല്ലേ, ആളൊരു പ്രത്യേക ടൈപ്പാണ്. സംസാരിച്ചു വീഴ്ത്തുന്നത് സുഭാഷിന് മിടുക്ക് പോലെ ഇരിക്കും. അതൊക്കെ ഞാൻ ഏറ്റു. നമസ്കാരം സാർ. മോഹനേട്ട, ഇത് സുഭാഷ്, വിദ്യാലക്ഷ്മി. ഭാമ സുഭാഷിനെ പറ്റി എന്നോട് പറഞ്ഞു. ഇൻഷുറൻസ് ഏജന്റ് ആണല്ലേ? അതെ സാർ. ഞങ്ങളുടെ കമ്പനിയുടെ പുതിയൊരു സ്കീം സാറിന് പരിചയപ്പെടുത്താൻ വേണ്ടിയാണ് ഞാനിപ്പോ വന്നത്. പക്ഷേ എനിക്ക് ഈ ഇൻഷുറൻസ് എന്ന പരിപാടിയിൽ തീരെ വിശ്വാസമില്ല. കാരണം എങ്ങനെ കണക്കുകൂട്ടി നോക്കിയാലും ഇത് നല്ല ഒരു നിക്ഷേപ പദ്ധതിയായി എനിക്ക് കണക്കൂട്ടാൻ പറ്റുന്നില്ല. അല്ല സാർ, ഞാൻ പറയട്ടെ,
നിങ്ങൾ ഈ പറയുന്ന പദ്ധതി അനുസരിച്ച് മാസം 1500 രൂപയാണ് ഞാൻ അടയ്ക്കേണ്ടത് അല്ലേ? അങ്ങനെ ഒരു വർഷം കൊണ്ട് 18,000 രൂപ, 16 വർഷം കൊണ്ട് 2,88,000 രൂപ. ഇത്രയും കാലത്ത് ഈ പണത്തിന്റെ പലിശ കൂട്ടി നോക്കിയാൽ സഹകരണ ബാങ്കിലെ സ്ഥിര നിക്ഷേപ പദ്ധതിയുടെ ലാഭം ഇതിൽ കിട്ടില്ല. ഉദാഹരണത്തിന് ആദ്യ വർഷം ഞാൻ തരുന്ന 18,000 രൂപ, രണ്ടാം വർഷമാകുമ്പോ അതിന് 1,800 രൂപ പലിശ ചേർത്ത് 19,800 രൂപയാകും. രണ്ടാം വർഷത്തെ പ്രീമിയം തുകയായ 18,000 രൂപ കൂടി ചേർത്താൽ എത്രയാവും? 37,800 രൂപ. മൂന്നാം വർഷം തുടങ്ങുമ്പോ പലിശയായ 3,780 രൂപ കൂടി ചേർത്ത് 42,000 രൂപയായി കഴിഞ്ഞു. അങ്ങനെ കൂട്ടി നോക്കിയാൽ ഇത് ഭയങ്കരമായൊരു നഷ്ടമാണെന്ന് മനസ്സിലാവും. സാർ ലൈഫ് ഇൻഷുറൻസ് അല്ലേ സാർ? ഞങ്ങൾ റിസ്ക് എടുക്കുന്നുണ്ട്. സഹകരണ ബാങ്കിൽ നിക്ഷേപമുള്ള ഒരാൾ മരിച്ചു പോയി കഴിഞ്ഞാൽ നിക്ഷേപ തുക മാത്രമല്ലേ കിട്ടൂ. സുഭാഷേ, 16 വർഷത്തിനുള്ളിൽ ഞാൻ മരിച്ചു പോകുമെന്ന ഒരു പേടിയും എനിക്കില്ല. സത്യത്തിൽ മരിച്ചു പോകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞ് ആരോഗ്യമുള്ളവരെ പേടിപ്പിച്ച് ലാഭമില്ലാത്തൊരു നിക്ഷേപ പദ്ധതിയിൽ ചേർക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ പരിപാടി. അതിന് മോഹനേഷിനെ കിട്ടില്ല. സുഭാഷ് ഒന്ന് പറയട്ടെ മോഹനേട്ടാ. ഞാൻ പറഞ്ഞതിനപ്പുറം സുഭാഷിന് പറയാൻ ഒന്നുമില്ലെന്ന് എനിക്കറിയാം. ഇനിയും സംസാരിക്കാൻ എനിക്ക് സമയമില്ല. സാർ ഞാൻ സുഭാഷ് അല്ലേ പറഞ്ഞത് ഒക്കെ ഏറ്റു, മോഹനേട്ടനെ കൊണ്ട് സമ്മതിപ്പിച്ചോളാന്ന്. അതിന് എന്നെ സംസാരിപ്പിക്കാൻ സാർ ഇടണ്ടേ? സുഭാഷ് വയ്ക്കൂ, ഞാൻ മോഹനേട്ടനൊന്ന് സംസാരിച്ചു നോക്കട്ടെ. പ്രയോജനം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കണ്ട, വെറുതെ. അല്ല, പിച്ചക്കാരന്റെ വീട്ടിൽ പോയാൽ മതിയായിരുന്നു. മോഹനേട്ടാ, ഇപ്പൊ മോഹനേട്ട കാണിച്ച ശുദ്ധ വൃത്തികേടാ. വീട്ടിൽ വരുന്ന ഒരാളോട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? ഞാൻ എന്ത് അപമര്യാദയാണ് കാണിച്ചത്? വിദ്യാലക്ഷ്മി ഞാൻ തമ്മിൽ എത്ര കാലത്തെ പരിചയമെന്ന് മോഹനേട്ടൻ അറിയൂ? ഇല്ല. ലോ കോളേജിൽ പഠിച്ചിരുന്ന കാലം മുതലുള്ള ബന്ധമാണ്. അങ്ങനെയുള്ള വിദ്യാലക്ഷ്മിയുടെ അനിയൻ ഒരാവശ്യമായിട്ട് വരുമ്പോ മോഹനേട്ടൻ ഇങ്ങനെ പെരുമാറിയിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന്റെ നാണക്കേട് എനിക്കല്ലേ? ഭാമേ, ഞാൻ പിന്നെ അവനോട് എങ്ങനെ പെരുമാറണമായിരുന്നു? അവൻ പറയുന്നതൊക്കെ സമ്മതിച്ചു കൊടുക്കേണ്ട ഒരു കാര്യവും എനിക്കില്ല. സുഭാഷ് ഒരു കാര്യം പറഞ്ഞു, ഞാൻ അതിന് മറുപടിയും പറഞ്ഞു. അതിനെന്താ പ്രശ്നം? എന്നാലും മോഹനേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്കി. മോഹനേട്ടന്റെ ഏതെങ്കിലും പരിചയക്കാരന്റെ അനുജനോ അനുജത്തിയോ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞ് ഇവിടെ വരുമ്പോ ഇപ്പോ മോഹനേട്ടൻ പെരുമാറിയതുപോലെ ഞാൻ പെരുമാറിയിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും? നിനക്കൊരിക്കലും അങ്ങനെ പെരുമാറേണ്ടി വരില്ല. കാരണം എന്റെ പരിചയക്കാരുടെ ഒരു ബന്ധുവും ഇങ്ങനൊരു ആവശ്യമായി നിന്റെ അടുത്തേക്ക് വരില്ല. ആമേ, ഇതിൽ നീ ഇങ്ങനെ വിഷമിക്കാനൊന്നുമില്ല. ഇന്നലെ നീ എന്നോട് സുഭാഷ് വരുന്ന കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ നിന്നോട് പറഞ്ഞതാണ് എനിക്ക് ഇൻഷുറൻസിൽ താല്പര്യമില്ല എന്ന്. എന്നോട് സ്നേഹവും ബഹുമാനവും അനുസരണവും ഉണ്ടായിരുന്നു. നീ എന്താണ് ചെയ്തിരുന്നത്? അപ്പൊ തന്നെ സുഭാഷിനെ വിളിച്ച് മോഹനേട്ടൻ ഇതിൽ താല്പര്യമില്ല എന്ന് പറയണമായിരുന്നു. അത് ചെയ്യാതെ നീ സുഭാഷിനോട് ഇങ്ങോട്ട് വരുമോ എന്ന് പറഞ്ഞു. എന്തുകൊണ്ട്? സുഭാഷിനെ പോലുള്ളവരുടെ വാക്സാമർത്ഥ്യത്തിൽ സാധാരണക്കാർ പെട്ടുപോകുന്നത് പോലെ കെ മോഹനേഷനും പെട്ടുപോകുമെന്നും ഞാൻ ചാടിക്കേറി പോളിസി എടുക്കുമെന്നും നീ കരുതി. അത് നിന്റെ തെറ്റിദ്ധാരണയായിരുന്നു. ഇനി ഞാൻ വിദ്യാലക്ഷ്മിയുടെ മുഖത്ത് എങ്ങനെ നോക്കും? വിദ്യാലക്ഷ്മിക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ മുഖത്തൊക്കെ പേടിക്കാനായിട്ട്? ഹമേ, ഞാൻ ജോലി ചെയ്ത് ശമ്പളം വാങ്ങുന്ന ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അങ്ങനെ ഞാൻ സമ്പാദിക്കുന്ന ശമ്പളം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നത് ഞാനാണ്. ഇൻഷുറൻസ് പോളിസി എടുക്കാൻ മനസ്സില്ല എന്ന് ഞാൻ പറഞ്ഞു. ഇതിൽ നീ ഇങ്ങനെ വിഷമിക്കേണ്ട ഒരു കാര്യമില്ല. അയ്യോ, അപ്പൊ മോഹനേട്ടൻ ഇത് തീരുമാനിച്ചു. എന്റെ മാനം രക്ഷിക്കാനെങ്കിലും ഒരു പോളിസി എടുത്തൂടെ? ഭർത്താവ് ഭാര്യയുടെ മാനം രക്ഷിക്കുന്നത് ഇൻഷുറൻസ് പോളിസി എടുത്തിട്ടല്ല. ഞാൻ ഇറങ്ങുന്നു. എന്നാലും ഗിരിജയുടെ കാര്യം കഷ്ടം തന്നെയാണ് പ്രഭേ. ആ സ്ത്രീ എങ്ങനെ ജീവിക്കുമെന്നാ ഞാൻ ആലോചിക്കുന്നത്. എന്ത് ചെയ്യാനാ കാഞ്ചന സാറേ, ലക്ഷ്മണൻ ഉണ്ടായിരുന്നപ്പോൾ സുഖ ജീവിതമായിരുന്നു. ഇങ്ങനെയൊക്കെ ഉണ്ടാവുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചോ? ആ കുട്ടികളുടെ കാര്യം ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം.
അവരിനി എന്ത് ചെയ്യും? ലക്ഷ്മണനും ഗിരിജയും തമ്മിലുള്ള സ്നേഹം കണ്ടപ്പോ പലപ്പോഴും അസൂയ തോന്നിയിട്ടുണ്ട് പ്രഭേ. അയാൾക്കാണെങ്കിൽ ഗിരിജ എന്ന് വെച്ച ജീവനായിരുന്നു. രാവിലെ ജോലിയൊന്നുമില്ലേ രണ്ടുപേർക്കും? എനിക്ക് 12 മണിക്ക് താലൂക്ക് ഓഫീസിൽ പോകാനുള്ളതാണ്. കൊണ്ടുപോകാനുള്ള കടലാസുകൾ ശരിയാക്കി വെക്കണം. വയ്ക്കാം സർ. പിന്നെ ആ ലക്ഷ്മണന്റെ ഭാര്യ ഗിരിജ വന്നിരുന്നു. സാറിന് ഓർമ്മയില്ലേ 2 മാസം മുമ്പ് മരത്തിന്ന് വീണ് മരിച്ച ലക്ഷ്മണൻ? സമ്പാദ്യമൊന്നുമില്ല ലക്ഷ്മണന്. ആ വീട് വാടക വീടാ. ഗ്രേസിയും 2 കൊച്ചുകുട്ടികളും യാതൊരു ഗതിയില്ലാത്ത അവസ്ഥയിലാ. പ്രേമവിവാഹമായിരുന്നത് കൊണ്ട് ഗിരിജയുടെ വീട്ടുകാർ സഹായിക്കില്ല. മൂത്ത കുട്ടിയുടെ സ്കൂളിൽ പോക്ക് മുടങ്ങി. ഭക്ഷണത്തിന് പോലും നിവൃത്തിയില്ലാത്ത അവസ്ഥയില്ല അവര്. വാടക കൊടുത്തിട്ട് 2 മാസമായി. വീട്ടുടമസ്ഥന്റെ വക വഴക്ക് വേറെ. എന്തെങ്കിലും സഹായം സർക്കാരിൽ നിന്ന് കിട്ടുമോന്ന് ഗിരിജ ചോദിച്ചു. ഒരു അപേക്ഷ എഴുതി വാങ്ങിച്ചോളൂ. നമ്മൾ വിചാരിച്ചാലൊന്നും നടക്കില്ല. പക്ഷേ കളക്ടറോട് ഞാനൊന്ന് സംസാരിച്ചു നോക്കാം. കളക്ടർ വിചാരിച്ചാൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ പറ്റും. നാളെ തന്നെ അപേക്ഷ എഴുതി വാങ്ങാം സാർ. ഒരു സ്ത്രീയല്ലേ, ഇങ്ങോട്ട് വരുത്തി ബുദ്ധിമുട്ടിക്കണ്ട. കാഞ്ചനയോ സ്വയംപ്രഭയോ അവരുടെ വീട്ടിലേക്ക് ചെന്ന് അപേക്ഷ എഴുതി വാങ്ങിച്ചോളൂ. പിന്നെ വീട്ടുടമസ്ഥരോട് പറയണം ഇങ്ങനൊരു അവസ്ഥയിൽ അവരെ ശല്യപ്പെടുത്തരുതെന്ന്. എനിക്കറിയാളെ, ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. മുൻകോപമൊക്കെ ഉണ്ടെങ്കിലും ഒരാൾക്കൊരു പ്രശ്നം വന്നാൽ മോനേഷ സാർ സഹായിക്കും. അത് പറഞ്ഞേ പറ്റൂ. ഹലോ ബാമേച്ചി, ഇത് ഞാനാ സുഭാഷ്. ഇവിടുത്തെ പുകയിലൊക്കെ സുഭാഷ് കണ്ടതാണല്ലോ. മോഹനേട്ടനോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ വിളിച്ച അതിനല്ല ചേച്ചി. അല്ല, ഒന്നും പറയണ്ട സുഭാഷേ. ഞാൻ പറഞ്ഞ മോഹനേട്ടൻ കേൾക്കുന്നുള്ള പ്രതീക്ഷ സുഭാഷ് വന്നേന്ന് എനിക്കറിയാം. പക്ഷേ ഞാനെന്നല്ല, സാക്ഷാൽ ബ്രഹ്മാവ് പറഞ്ഞാൽ മോഹനേട്ടൻ കേക്കില്ലേ? ചേച്ചി, സാറ് വന്ന് പോളിസി എടുത്തു. എന്താ? സാറൊന്ന് ഉച്ചയ്ക്ക് എന്റെ ഓഫീസിൽ വന്ന് 10 ലക്ഷം രൂപയുടെ പോളിസി എടുത്തു. ആദ്യത്തെ പ്രീമിയം അടച്ചിട്ടാ സാറ് പോയത്. സുഭാഷ് എന്താ ഈ പറയുന്നത്? മോഹനേട്ടൻ അവിടെ വന്നു? സത്യമാണ് ചേച്ചി. സാറ് വന്നു പോളിസി എടുത്തു പോയി. ഞാൻ രാവിലെ അവിടെ നിന്ന് പോന്നതിന് ശേഷം സാറ് ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ചപ്പോഴാ ഇൻഷുറൻസ് നല്ലതാണെന്ന് തോന്നിയെന്ന് പറഞ്ഞു. ഇപ്പൊ എനിക്ക് മനസ്സിലായി. പോളിസി എടുത്തതിന്റെ ക്രെഡിറ്റ് അപ്പൊ സാറ് മുഴുവനായിട്ട് അങ്ങ് കിട്ടി. ഓ, വന്നല്ലോ വില്ലേജ് ഓഫീസർ. ഇതങ്ങനെ വിട്ടാ പറ്റില്ല. കൊള്ളാം. ഇൻഷുറൻസ് പോളിസി എടുക്കില്ല എന്ന് പറഞ്ഞിട്ട് ഒടുവിൽ നേരിട്ട് അവിടെ പോയി പോളിസി എടുത്തു. ഇതിനായിരുന്നു രാവിലെ എന്നെ കൊണ്ട് ആ വഴക്ക് മുഴുവൻ ഉണ്ടാക്കിച്ചത്. ഒരു ചായ ഇട്ടേ കൊള്ളായിരുന്നു. ചായ തരാം. രാവിലെ ഞാൻ മോഹനേട്ടനോട് കരഞ്ഞു പറഞ്ഞു, മോഹനേട്ട ഇതെന്റെ അഭിമാനത്തിന് പ്രശ്നമാണെന്ന്. അപ്പോ അത് കേട്ട് സുഭാഷിനോട് മാന്യമായിട്ട് സംസാരിച്ചൊരു പോളിസി എടുത്തിരുന്നെങ്കിൽ അതെന്റെ ക്രെഡിറ്റിൽ വരുമായിരുന്നു. വിദ്യാലക്ഷ്മി സുഭാഷും കരുതും സത്യഭാമ പറഞ്ഞാൽ കേൾക്കുന്ന ആളാണ് മോഹനേട്ടനെന്ന്. അങ്ങനെ അവര് കരുതുന്നത് എനിക്ക് അഭിമാനമാണെങ്കിലും മോഹനേട്ടൻ അത് മാനക്കേടാ. അതുകൊണ്ട് സുഭാഷ് ഇവിടെ വന്നപ്പോ വായി തോന്നുന്നൊക്കെ മോഹനേട്ടൻ പറഞ്ഞു. അത് എന്നെ മുന്നിൽ നിർത്തി. സ്വാഭാവികമായിട്ട് സുഭാഷ് വിദ്യാലക്ഷ്മിയോട് ചെന്ന് പറയും സത്യഭാമയുടെ വാക്കിന് ആ വീട്ടിൽ ഒരു വിലയില്ലെന്ന്. മോഹനേട്ടന് വേണ്ടത് അതായിരുന്നു. അത് സാധിച്ചു കഴിഞ്ഞപ്പോ മോഹനേട്ടൻ നേരിട്ട് പോയി പോളിസി എടുത്തു. അപ്പോ തീരുമാനം മുഴുവൻ മോഹനേട്ടന്റെ ആണെന്ന് സുഭാഷിന് ബോധ്യമായി. ഇതല്ലായിരുന്നു ഈ നാടകത്തിന്റെ ഉദ്ദേശം. ഒരു ചായ തരാമെന്നാണ് ഞാൻ ചോദിച്ചത്. ചായ തരാമെന്ന് ഞാൻ പറഞ്ഞു. എന്റെ ചോദ്യത്തിന് ആദ്യം മറുപടി പറ. സ്വന്തം ഭാര്യയുടെ വാക്കിന് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഒരല്പം വില കൊടുക്കുന്നത് അത്ര മോശപ്പെട്ട കാര്യമാണ് മോഹനേട്ട? അതുകൊണ്ട് മോഹനേട്ടന്റെ ഏത് അന്തസ്സാ തകർന്നു വീഴുന്നത്? ഇപ്പൊ എടുത്ത തീരുമാനം രാവിലെ എടുത്തിരുന്നെങ്കിൽ എനിക്കും അത് സന്തോഷമാവില്ലായിരുന്നു. മോഹനേട്ടന്റെ ഭാര്യയല്ലേ ഞാൻ, വേലക്കാരിയൊന്നുമല്ലല്ലോ.
ഇങ്ങനെ പെരുമാറുന്ന കഷ്ടമാണ് മോഹനേട്ടാ. നിനക്ക് മനസ്സുണ്ട് ഒരു ചായ തരിക. വക്കീലേ, നമസ്കാരം വക്കീലേ. ആ ലംബോദരൻ പിള്ളയുടെ കേസിന്റെ വാദം നാളെയാണ്. ആയിരിക്കും. അത് വക്കീൽ ഓഫീസർ അന്വേഷിച്ചറിയാം. എന്തു പറ്റി വക്കീലേ? ആകെ ചൂടിലാണല്ലോ. മോഹൻ സാർ ആഫീസിൽ പോയിട്ട് വന്ന ഉടനെ തന്നെ രണ്ടുപേരും കൂടെ വഴക്കായല്ലേ? എങ്ങനെ വഴക്കുണ്ടാക്കാതിരിക്കും ഉത്തമ? മോഹനേട്ടന്റെ ധാരണ അനുസരിച്ച് ഈ വീട്ടിൽ ഞാനൊരു വേലക്കാരിയാ. വേലക്കാരി എന്ന് പോലും പറയാൻ പറ്റില്ല. വേലക്കാരിക്ക് ഇതിന് മനസ്സുണ്ടാവും. എന്താണ് പ്രശ്നം? ഒന്നൊന്ന് പറ വക്കീലേ. എന്റെ കൂടെ ജോലി ചെയ്യുന്ന വിദ്യാലക്ഷ്മി അറിയാലോ ഉത്തമന്? അവളുടെ അനിയൻ ഒരു ഇൻഷുറൻസ് ഏജന്റാ. മോഹനേട്ടനെ കൂടെ ഒരു പോളിസി എടുപ്പിക്കണമെന്ന് പറഞ്ഞ് അവൻ കുറെ കാലമായിട്ട് എന്റെ പിന്നാലെ നടക്കുക. ഇന്ന് രാവിലെ ഞാൻ സുഭാഷിനെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്റെ ഉത്തമം, സുഭാഷിനെ കൊണ്ട് വാ തുറന്ന ഒരു അക്ഷരം മിണ്ടാൻ സമ്മതിക്കാതെ ഈ ഇൻഷുറൻസ് എന്ന് പറയുന്നത് ലോക അബദ്ധമാണെന്ന് മോഹനേട്ടൻ സ്ഥാപിച്ചു. അത് മോഹനേട്ടന്റെ സ്ഥിര സ്വഭാവമാണല്ലോ എന്ന് ഓർത്ത് ഞാനതൊക്കെ വിട്ടു. പക്ഷെ അത് കഴിഞ്ഞ് ഇന്ന് ഉച്ചയ്ക്ക് സുഭാഷിന്റെ ഓഫീസിൽ പോയി മോഹനേട്ടൻ പോളിസി എടുത്തു. വില്ലേജ് ഓഫീസറുടെ ഉദ്ദേശം ഉദമന് മനസ്സിലായില്ലേ? എന്റെ വാക്ക് കേട്ടല്ല പോളിസി എടുത്തെന്ന് സുഭാഷിനെ ബോധ്യപ്പെടുത്തണം. അല്ലെങ്കിൽ ആ പോളിസി എടുക്കാൻ ഇവിടെ വെച്ച് സമ്മതിച്ചൂടായിരുന്നു. വക്കീലേ, ഈ കാര്യത്തിൽ വക്കീലിന് അബദ്ധം പറ്റിയോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. എന്താ അബദ്ധം? നടുത്തോട്ടത്തിലെ ലക്ഷ്മണനെ വക്കീലിനെ അറിയാലോ? 2 മാസം മുമ്പ് മരത്തിൽ നിന്ന് വീണ് ലക്ഷ്മണൻ മരിച്ചും പോയി. എനിക്കറിയാം. ഈ ലക്ഷ്മണന്റെ ഭാര്യ ഗിരിജ വലിയ കഷ്ടത്തിലാണ്. 10 രൂപയുടെ സമ്പാദ്യം ഇല്ല. സർക്കാർ സഹായം വല്ലതും കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഗിരിജ വില്ലേജ് ഓഫീസിൽ ചെന്നിരുന്നു. അതുകൊണ്ട് ഇന്ന് താലൂക്ക് ഓഫീസിലേക്ക് പോകുന്ന വഴി ഞാൻ മോഹനേട് സാറിനെ കണ്ടിരുന്നു. എന്താണ് സാറേ നേരത്തെ? മണി ഏതാണ്ട് 12 ആയില്ലേ ഉള്ളൂ. എനിക്ക് താലൂക്ക് ഓഫീസർ ഒന്ന് പോണം. തഹസിൽദാർ വിളിച്ചിരുന്നു. ഞാൻ വില്ലേജ് ഓഫീസിലോട്ട് വരാൻ വേണ്ടി ഇരിക്കായിരുന്നു. സാറേ, ഗിരിജയുടെ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ സാറേ? സ്വയം പ്രമേയം കാഞ്ചനയോട് പറഞ്ഞു എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നോക്കാം. തഹസിൽദാരോട് പറഞ്ഞ ചിലപ്പോൾ ഒരു വഴി കാണുമായിരിക്കും. സാറേ, ചെറുതാണെങ്കിൽ ഒരു സഹായം കിട്ടില്ലെങ്കിൽ ഗിരിജയുടെ കാര്യം കഷ്ടത്തിലാവും. ഉത്തമ, ഞാനൊരു വില്ലേജ് ഓഫീസർ മാത്രമാണ്. ഈ കാര്യത്തിൽ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ കളക്ടർ തന്നെ വിചാരിക്കണം. എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം. ആ ലക്ഷ്മണൻ ജീവിച്ചിരുന്നപ്പോ ഒരു പ്രശ്നവും ഇല്ലായിരുന്നു. അവ എല്ലുമുറിയെ പണിയെടുക്കും, നല്ല കാശും ഉണ്ടാക്കും. ആ ഗിരിജയും മക്കളും ഒരു കഷ്ടപ്പാടുമില്ലാതെ ജീവിച്ചുകൊണ്ടിരുന്നതാ. ഇങ്ങനെ ഒരു അപകടം വന്ന് ലക്ഷ്മണൻ മരിക്കുമെന്ന് ആരാണ് കണ്ടത്? മരിക്കുന്നതിന് 2 ദിവസം മുമ്പ് ഞാനും ലക്ഷ്മണനും കൂടെ കൃഷ്ണൻകുട്ടിയുടെ ചായക്കടയിൽ നിന്ന് ചായ കുടിച്ചോണ്ടിരുന്നപ്പോ ഇൻഷുറൻസ് ഏജന്റ് മണിയുണ്ട് അവിടെ കയറി വന്നു. ഒരു പോളിസി എടുത്തുടേ ലക്ഷ്മണ, എന്തെങ്കിലും അപായം പറ്റി കഴിഞ്ഞാൽ ഗിരിജയ്ക്ക് ഒരു സഹായം ആവൂലേ എന്ന് മണിയണ്ട ചോദിച്ചപ്പോ ലക്ഷ്മണൻ പറയാ, എനിക്ക് നല്ല ആരോഗ്യമുണ്ടാ, ഉടനെ ഒന്നും ഞാൻ തട്ടിപ്പോകൂല, ഗിരിജയുടെ കാര്യമൊക്കെ നോക്കാൻ എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് ലക്ഷ്മണൻ. 2 മാസം കഴിഞ്ഞപ്പോ കഥ മാറിയില്ലേ സാറേ? അല്ല, നമ്മളൊക്കെ എപ്പോ എവിടെ വെച്ച് തീരുമെന്ന് ആർക്കറിയാ? മനുഷ്യന്റെ കാര്യങ്ങൾ ഇത്രേ ഉള്ളൂ. കഷ്ടം. മണിയണ്ണം പറഞ്ഞ പോലെ വല്ല പോളിസി എടുത്താലും നമ്മൾ മരിച്ചാലും വീട്ടിലുള്ളവർക്ക് അതൊരു സഹായമാവും. സാറിന് അത്യാവശ്യം ഇൻഷുറൻസ് പോളിസിയൊക്കെ കാണൂല്ലേ? കാണാതിരിക്കില്ലല്ലോ. തമ്മിൽ കണ്ടാ കടിച്ചു കീറുമെങ്കിലും സാറിന് വക്കീലെന്ന് പറഞ്ഞാ ജീവനാ അല്ലേ? വക്കീലിന്റെ കാര്യത്തില് സാറ് ഒരു അശ്രദ്ധയും കാട്ടൂലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. ചെറിയ ശ്രദ്ധ കാട്ടിയെന്നൊരു സംശയം എടുത്തമോ? എന്താ സാറേ? ഇതിപ്പോ ഈശ്വരനായിട്ടാ ഗിരിജയുടെ കാര്യം എന്റെ മുമ്പ് കൊണ്ടുവന്നത്. ഗിരിജയ്ക്ക് പറ്റിയത് എന്റെ ഭാമയ്ക്ക് പറ്റരുത്. രാവിലെ സുഭാഷിനെ പറഞ്ഞു വിടുമ്പോ മോഹനേന സാറിന്റെ പോളിസി എടുക്കാൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ഗിരിജയുടെ അവസ്ഥയെ പറ്റി കേട്ടപ്പോഴായിരിക്കും സാറിന് ഇൻഷുറൻസിന്റെ ആവശ്യം മനസ്സിലായത്. ഗിരിജയ്ക്ക് പറ്റിയതുപോലെ എന്റെ ഭാമയ്ക്ക് പറ്റരുതെന്ന് എന്റെ മുഖത്ത് നോക്കി സാറ് പറഞ്ഞു നോക്കിയില്ലേ? മോഹനേട്ടാ, ഉത്തമം വന്നു.
ഒരു കേസിന്റെ കാര്യം പറയാനാ വന്നത്. അതിന് മോഹനേട്ടനെ ഇന്ന് വഴി വെച്ച് കണ്ട കാര്യം ഉത്തമൻ പറഞ്ഞു. മരിച്ചുപോയ ലക്ഷ്മണന്റെ ഭാര്യ ഗിരിജയുടെ കഷ്ടപ്പാട് കണ്ടപ്പോഴാ മോഹനേട്ടൻ പോളിസി എടുക്കാൻ തീരുമാനിച്ചെന്നും ഉത്തമൻ പറഞ്ഞു. അല്ല, അത് നീ വിചാരിക്കുന്ന പോലെയൊന്നുമല്ല. ഗിരിജയ്ക്ക് പറ്റിയത് ഭാമയ്ക്ക് പറ്റിയതെന്ന് പറഞ്ഞു. അത് ഞാൻ ഉദ്ദേശിച്ചത് ഉദ്ദേശം അവിടെ നിൽക്കട്ടെ. മോഹനേട്ടൻ മരിച്ചു പോയി കഴിഞ്ഞ് എനിക്ക് ജീവിക്കണ്ടെന്ന് ഓർത്തല്ലോ ഞാൻ പോളിസി എടുക്കാൻ പറഞ്ഞത്. സുഭാഷിന് ഒരു സൗകര്യം ആവട്ടെ എന്ന് കരുതിയല്ലേ? അത് ശരിയാണ്. പക്ഷെ ഉത്തമൻ പറഞ്ഞ പോലെ മനുഷ്യന്റെ കാര്യമല്ലേ, ആർക്ക് എന്തു പറ്റുമെന്ന് മുൻകൂട്ടി പറയാൻ പറ്റുമെന്നില്ലല്ലോ. നമ്മുടെയൊക്കെ ചിന്തയില് അപകടവും മരണവും ഒക്കെ മറ്റുള്ളവർക്ക് മാത്രമുള്ളതാ. നമുക്ക് വരില്ല എന്നാണ് അതുണ്ടാവുന്ന നിമിഷം വരെ ആളുകൾ വിചാരിക്കുന്നത്. എന്തായാലും ഞാൻ ജീവിച്ചിരിക്കുമ്പോ എന്റെ വില്ലേജ് ഓഫീസർ മരിച്ചു പോകാൻ ഞാൻ സമ്മതിക്കൂ? അതിന് നിന്റെ സമ്മതം വേണോ? പിന്നെ വേണ്ടേ? പണ്ട് മാർക്കണ്ഡേയനെ കൊണ്ടുപോകാൻ വന്ന യമധർമ്മന്റെ കഥ കേട്ടിട്ടില്ലേ? അതുപോലെ നമ്മളിലൊരാളെ കൊണ്ടുപോകാൻ വരുമ്പോ നമുക്ക് കെട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കാം. കൊണ്ടുപോവാണെങ്കിൽ രണ്ടുപേരെയും കൂടി, ഇല്ലെങ്കിൽ രണ്ടുപേരെയും വിടാൻ പറയാം. പറഞ്ഞു നോക്കാം. പക്ഷെ പുള്ളിക്കാരൻ കേക്കോ? പറയുന്നത് നമ്മളല്ലേ, കേൾക്കാതെ ഇപ്പൊ എവിടെ പോവാനാ? എനിക്ക് ചായ കിട്ടിയില്ല. ചായ മോഹനകൃഷ്ണൻ ആള് കർക്കശക്കാരനായിരിക്കാം, മുൻകോപിയായിരിക്കാം, എടുത്തുചാട്ടക്കാരനും ദുർവാശിക്കാരനുമായിരിക്കാം. പക്ഷേ സത്യഭാമയോടുള്ള മോഹനകൃഷ്ണന്റെ സ്നേഹത്തിൽ മായത്തിന്റെ കലർപ്പേ ഇല്ല എന്നതാണ് സത്യം. എത്ര വഴക്കാളികളാണെന്ന് ആളുകൾ പറഞ്ഞാലും ഇവരെ പോലെ പരസ്പരം സ്നേഹിക്കുന്ന രണ്ടുപേർ ഭൂമിയിലില്ല എന്ന് പറഞ്ഞ് ഇന്നത്തേക്ക് വിടാം.